ഒരു ലളിതമായ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. എന്താണ് നിങ്ങളുടെ ലക്ഷ്യത്തെ യഥാർത്ഥത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നത്? നോക്കൂ, മിക്ക ആളുകളും പരാജയപ്പെടുന്നത് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവർ പരാജയപ്പെടാൻ മനസ്സിനെ വളരെ വേഗത്തിൽ ഒരുക്കുന്നത് കൊണ്ടാണ്. എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്. ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് എന്നെ ലക്ഷ്യത്തിൽ വളരെ ദൂരേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയിരുന്നു. പരാജയത്തിന്റെ അടിത്തട്ടിൽ എത്തിയ ഞാൻ എന്നെ ആ ദിവസം അവലോകനം ചെയ്തു. ജീവിതത്തിന്റെ പാതയിൽ സ്വയം ഉൾവലിയുന്ന എന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എനിക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് നിസ്സാരമായ കാര്യങ്ങളുടെ പുറകിൽ പോയി പാഴാക്കുകയായിരുന്നു. ആ ദിവസം ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ ശ്രദ്ധ ലക്ഷ്യത്തിൽ നിന്ന് ചോർന്നു പോകാതിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിന് കാരണം ഒന്നേയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിക്കുക. 1. ലക്ഷ്യം നേടുന്നതിന് മുന്നേ അവകാശവാദങ്ങൾ ഉന്നയിക്കാതിരിക്കുക. 2. മനസ്സിനെ സന്തുലിതമായി എല്ലായ്പ്പോഴും നിലനിർത്തുക. 3. എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ടെന്ന് മനസ്സിലാക്കി ക്ഷമയോടെ കാത്തിരിക്കുക. ഞാനൊരു ചെറിയ കഥ പറയാം. ഒരിക്കൽ ഞാനൊരു റിട്ടയർഡ് നാവിക ഉദ്യോഗസ്ഥനെ കണ്ടുമുട്ടി. വളരെ ശാന്തനായ വ്യക്തി, എളിമയുടെ നിറകുടം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന വ്യക്തിത്വം. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞ ആ കാര്യം ഇന്നും ഞാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ലോകം വെട്ടിപ്പിടിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ലക്ഷ്യമില്ലാതെ ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ ഓടുന്നു. എന്നാൽ ജീവിത വിജയം നേടുന്നവർ ഒരൊറ്റ ലക്ഷ്യത്തിന്റെ പിന്നാലെ മാത്രം ഓടുന്നു. അതിൽ മാത്രമാണ് അവരുടെ എൻറ്റയർ ഫോക്കസ്. ഉറച്ച ലക്ഷ്യങ്ങളില്ലാതെ നമ്മൾ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ വിജയികൾ ഒരൊറ്റ ലക്ഷ്യത്തെ നോക്കി പായുന്നു. ഓടിത്തളർന്ന് എവിടെയും എത്താത്ത നമ്മൾ വിധിയെ പഴിചാരുന്നു. ആ സന്ദേശം എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. സത്യം എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്യം എന്നത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മാത്രം ചുറ്റിപ്പറ്റിയുള്ളതല്ല, മറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതുണ്ടോ അതിലും നിങ്ങളുടെ 100% ഫോക്കസ് വേണം. നോ എന്ന് പറയേണ്ടയിടത്ത് നോ എന്ന് പറയുക തന്നെ വേണം. അത് സ്വന്തം മനസ്സിനോടായാലും മറ്റ് വ്യക്തികളോടായാലും അങ്ങനെ തന്നെ വേണം. പുറം ലോകത്തെ ഒച്ചപ്പാടിൽ നിന്ന് മനസ്സിനെ മാറ്റി നിർത്താൻ പഠിക്കുക. അവസരങ്ങളുടെ വേഷം കെട്ടി വരുന്ന ഡിസ്ട്രാക്ഷൻസിനെ നമ്മൾ എന്നും ഒരു കയ്യകലത്തിൽ നിർത്തണം. ഒരു തിരിയെ കത്തി അമരുന്നതിന് പകരമായി ഒരു തീജ്വാലയായി നമ്മൾ കത്തിപ്പടരണം. ഓൾവേസ് ചൂസ് ക്ലാരിറ്റി ഓവർ കെയോസ്. എനിക്കറിയാം, ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും പ്രാവർത്തികമാക്കാൻ അത്ര എളുപ്പമല്ല. ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ വിലങ്ങുതടിയാകാൻ കെൽപ്പുള്ള ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടേത് മാത്രമാണ്. അതിന് ആര് ബന്ധം നിന്നാലും അവരെ നിങ്ങൾ സമചിത്തതയോടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റണം. നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം. മൈൻഡ് സെറ്റ് ഈസ് വാട്ട് സെപ്പറേറ്റ്സ് ദ ബെസ്റ്റ് ഫ്രം ദ റെസ്റ്റ് എന്നൊരു ചൊല്ലുണ്ട്. എല്ലാ കാര്യവും കൃത്യമായി പ്ലാൻ ചെയ്യുന്ന ഒരു ദുശീലം എനിക്കുണ്ടായിരുന്നു. പ്ലാനിങ് നടന്നു വരുമ്പോഴേക്കും കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ടാകും. ജീവിതത്തിൽ നിങ്ങൾക്ക് ടൈം ടേബിളിൻ്റെയോ പ്ലാനറിൻ്റെയോ ആവശ്യമില്ല, മറിച്ച് മുന്നിൽ വരുന്ന കാര്യങ്ങളെ ഭയമില്ലാതെ നേരിടുന്നതിലാണ് നിങ്ങളുടെ ജീവിത വിജയം ഒളിഞ്ഞിരിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങളിലെ വ്യക്തത നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അടിത്തറ ദൃഢപ്പെടുത്തും. വ്യക്തതയോടെ ഉണരുക, കൃത്യതയോടെ പ്രവർത്തിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന ആ ഒരു ദിവസത്തിനായി ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ തയ്യാറാക്കുക. സ്വയം ഓർമ്മിപ്പിക്കുക, എനിക്ക് വേണ്ടത് ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു ലക്ഷ്യം നിങ്ങളെ പ്രയത്നിക്കാൻ പ്രേരിപ്പിക്കും. ആ ഒരു ശീലം മാത്രം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. എത്ര അധികം കാര്യങ്ങൾ ചെയ്തു എന്നതിലല്ല കാര്യം, മറിച്ച് ചെയ്ത കാര്യങ്ങളിലെ ആത്മാർത്ഥതയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ഈ ലോകത്ത് നിങ്ങൾക്ക് അനുവദിച്ച സമയം വളരെ കുറവാണ്. ആ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിത പോരാട്ടമായി ചെലവഴിക്കുന്ന ഊർജം വളരെയധികം വിലപ്പെട്ടതുമാണ്. നിങ്ങളുടെ സ്വപ്നം എന്തു തന്നെയായാലും അത് നേടിയെടുക്കാനുള്ള നിങ്ങളുടെ പോരാട്ടം ഒരു കാരണവശാലും വെറുതെ ആവില്ല. എന്തും നേടാനുള്ള കഴിവ് മനുഷ്യന് ജന്മസിദ്ധമായി ലഭിച്ചിട്ടുണ്ട്. ആത്മവിശ്വാസം കുറയുമ്പോൾ ശ്വാസം നീട്ടിയെടുക്കുക. ഈ ലോകം നിങ്ങളുടേതു കൂടിയാണ്. ശ്വാസത്തിന്റെ ഓരോ കണികയും നിങ്ങളെ ആത്മവിശ്വാസത്തിന്റെ കൊടുമ്പിരി കൊള്ളിക്കട്ടെ. ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര മഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ തുടക്കം കുറിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.